ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കഥയായിട്ടാണ്. ഈ കഥ പൊന്നാനിയിലെ കള്ളന്റെ മരണം എന്നാണ് കഥയുടെ പേര്. ഞാനാണ് കഥയ്ക്ക് പേരിട്ടത്. കഥ ആണെങ്കിലും ശരി, ഇത് നടന്ന ഒരു സംഭവമാണ്. സംഭവം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കഥയുടെ പേര് എന്തുകൊണ്ടാണ് ഞാൻ ആ പേരിട്ടെന്നുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, 2-3 മാസം മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പൊന്നാനിയിൽ പോയി. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവധി ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലൊക്കെ ഇരുന്നിട്ട് കർമ്മ റോട്ടിൽ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനം പറയാനുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും, ഞാനും അദ്ദേഹം കൂടിയിട്ട് കർമ്മ റോഡിലൂടെ, പുതിയ പാലത്തിലൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോകണം. ഈ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ പാലത്തിന്റെ കൈവരിയിൽ ഇരിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളാണ്, UP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ പുറകിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു, കാക്ക കാക്ക എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൂടെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്തരുത് എന്ന ആ കാര്യം പറയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. അൻവർ സാദിഖ് എന്നാണ് സാറിന്റെ പേര്. സാർ എന്ത് ചെയ്തു? കുട്ടികളുടെ അടുത്തേക്ക് തിരിച്ചു നടന്നു. ഞാൻ എന്താണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് ഞാൻ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അദ്ദേഹം അവർക്ക് വേണ്ടി തമാശകൾ പറയുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, പുറത്ത് തട്ടുന്നു. അദ്ദേഹം വളരെ രസകരമായിട്ടൊരു ചർച്ചകളിൽ ഏർപ്പെടുന്നതായിട്ട് എനിക്ക് കണ്ടു. അതിനിടയിൽ ചില വാക്കുകൾ പറയുന്നത് കേൾക്കാനുണ്ട്. സൈക്കിൾ എന്തായി, സൈക്കിൾ എവിടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടു. അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹം കുട്ടികളുടെ അടുത്ത് യാത്ര പറഞ്ഞു പോകുന്നു. കുട്ടികളുടെ അടുത്ത് യാത്ര പറയുമ്പോൾ അദ്ദേഹം പുറത്ത് തട്ടി എന്തൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഷെയ്ക്കൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികളോട് വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ എന്താണ് നിങ്ങൾ പറഞ്ഞത്? എന്താണ് കുട്ടികളോട് സൈക്കിളിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന ആ സംഭവമാണ് ഞാൻ നിങ്ങളോട് കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. കാര്യം ഇതാണ്. അദ്ദേഹത്തിന് ഒരു ശീലമുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് അവധി ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ കടപ്പുറത്തേക്ക് സൈക്കിൾ ഓടിക്കുന്ന ഒരു ഹാബിറ്റ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വെറുതെ കടപ്പുറത്തൊക്കെ സൈക്കിൾ ഓടിച്ച് നടക്കുക, അത്രയേ ഉള്ളൂ. ഒരു ദിവസം സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, കാക്ക എനിക്ക് സൈക്കിൾ ഒന്ന് ഓടിക്കാൻ തരും. 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ആൺകുട്ടി അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹം സൈക്കിൾ സന്തോഷത്തോട് കൂടി കൊടുത്തു, നീ ഒരു റൗണ്ട് ഓടിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടി തിരിച്ചു വന്നില്ല. 1 മണിക്കൂർ അദ്ദേഹം കാത്തിരുന്നു, കുട്ടി തിരിച്ചു വന്നില്ല. അപ്പൊ അദ്ദേഹം തൊട്ടപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയി ചോദിച്ചു, എങ്ങനെ എൻ്റെ അടുത്ത് ഒരു പയ്യൻ വന്നിട്ട് സൈക്കിൾ വാങ്ങിക്കൊണ്ടുപോയി, എന്തൊക്കെ ചെയ്യാം, അവൻ ഇതുവരെ വന്നു കാണില്ല, അവന് എന്തെങ്കിലും കുഴപ്പം പറ്റിക്കാണോ എന്നുള്ള പേടിയോട് അദ്ദേഹം ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ ഡയലോഗ് എന്താ അറിയോ? കാക്ക നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? അവൻ സൈക്കിൾ കള്ളനാണ്, അവൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട കള്ളനാണ്, സൈക്കിൾ അവിടെ കണ്ടാലും അവൻ മോഷ്ടിക്കും. ഇക്കാക്ക നിങ്ങൾ മണ്ടത്തരാണ് കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമായി. അങ്ങനെ ആ കുട്ടികൾ അദ്ദേഹത്തെ ഈ പയ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ പയ്യന്റെ വീട്ടിലേക്ക് ഇദ്ദേഹം കുട്ടികൾ കൂടി വരുന്ന കണ്ടപ്പോൾ ഉമ്മയ്ക്ക് മനസ്സിലായി ഇവന് ഏതോ ഒരു സൈക്കിൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഉമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ ഉമ്മ കണ്ണീരോട് കൂടി പറഞ്ഞു, സാറ് പൊക്കോ, സൈക്കിള് ഞാൻ വീട്ടിലെത്തിക്കാം, അവൻ വൈകുന്നേരം വരട്ടെ, അവന്റെ പരിപാടി തന്നെയാണ്, അവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈക്കിളുകൾ മോഷ്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം തോന്നി. പക്ഷെ ഉമ്മ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, സാർ എൻ്റെ മകൻ സൈക്കിൾ മോഷ്ടിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, അവന് ഞങ്ങൾക്ക് ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കാനുള്ള ശേഷിയില്ല, ഞങ്ങൾക്ക് സൈക്കിൾ മേടിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, അവനത് ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മറ്റുള്ളവരുടെ സൈക്കിൾ എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ അവൻ വന്നാൽ തീർച്ചയായിട്ടും സാറിന് സൈക്കിൾ വീട്ടിലെത്തിക്കാം. ഉമ്മ പറഞ്ഞ പോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സൈക്കിൾ വീട്ടിലെത്തിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ സൈക്കിൾ കിട്ടി. പക്ഷെ ഈ കഥ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പറഞ്ഞു, ഭാര്യയുടെ അടുത്ത് മക്കളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ 8ാം ക്ലാസ്സുകാരിയായ മകളെടുത്ത ഒരു തീരുമാനം, അദ്ദേഹത്തിന്റെ 8ാം ക്ലാസ്സുകാരിയായ മകൾ നഹാൻ എന്ന് പറഞ്ഞ കുട്ടി എടുത്ത തീരുമാനം, അവൾ ഉപയോഗിക്കുന്ന സൈക്കിൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവൾക്ക് അദ്ദേഹം ഗിഫ്റ്റായിട്ട് കൊടുത്ത് അവൾ ഉപയോഗിക്കുന്ന പുതിയ സൈക്കിൾ ആ പയ്യന് കൊടുക്കണം, എന്നാലേ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂ എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം അന്തം വിട്ടുപോയി. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി, ആ പയ്യന് നമുക്ക് വേറൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നോക്കിയെങ്കിലും പക്ഷെ ആ കുട്ടി വാശി പിടിച്ചു. നഹാൻ എന്ന് പറഞ്ഞ ആ കുട്ടി 8ാം ക്ലാസ്സുകാരി വാശി പിടിച്ച് ആ സൈക്കിൾ പിറ്റേ ദിവസം തന്നെ അവന്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. പിറ്റേ ദിവസം വീട്ടിലെത്തിച്ചു കൊടുത്തപ്പോൾ അവള് നല്ല ഹാപ്പി. അവളെടുത്ത തീരുമാനം ഇതായിരുന്നു, എന്റെ സൈക്കിള് ആ പയ്യന് കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ ഇനിയും സൈക്കിൾ മോഷ്ടിക്കും. അവൻ ഇനിയും സൈക്കിൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ബൈക്ക് മോഷ്ടിക്കും, കാറ് മോഷ്ടിക്കും, അവനൊരു വലിയ മോഷ്ടാവായിട്ടുണ്ടാകും. അതുകൊണ്ട് അവൻ നാളെ മറ്റൊരു സൈക്കിൾ മോഷ്ടിക്കാതിരിക്കണമെങ്കിൽ എന്റെ സൈക്കിൾ അയാൾക്ക് കൊടുക്കണം, ആ കുട്ടിക്ക് കൊടുക്കണം എന്ന് 8ാം ക്ലാസ്സുകാരിയായിട്ടുള്ള നഹാൻ വാശി പിടിച്ചപ്പോൾ ആ പാരന്റിന് അത് അംഗീകരിക്കല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. അദ്ദേഹം ആ സൈക്കിൾ ആ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്ത് ചെയ്ത് ആ വീട്ടിൽ സൈക്കിൾ കൊണ്ടുപോയി കൊടുത്തു. ഉമ്മ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല, പക്ഷെ അവനത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ 8ാം ക്ലാസ്സുകാരിയായിട്ടുള്ള നഹാൻ എന്ന് പറഞ്ഞ കുട്ടി കാണിച്ച ഒരു ധീരത, അവൾ എടുക്കുന്ന തീരുമാനം, അത് ഒരു കുട്ടി മോഷ്ടിക്കുക എന്നുള്ള ആ ഒരു ശീലത്തിൽ നിന്ന് ആ കുട്ടി മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്.
ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കഥ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, അവളെ പഠിപ്പിച്ച അധ്യാപകർക്കും അവളെ വളർത്തുന്ന രക്ഷിതാക്കൾക്കും അഭിമാനിക്കാം. കാരണം ഇത്തരത്തിലുള്ള ധീരമായ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാപ്തയാക്കുന്ന രീതിയിലാണ് 8ാം ക്ലാസ്സുകാരിയെ വളർത്തിയിരിക്കുന്നത്. ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകരും തീർച്ചയായിട്ടും രക്ഷിതാക്കളും 100% അഭിനന്ദന അർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നഹാന്മാർ എടുക്കുന്ന തീരുമാനം, ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ എടുക്കുന്ന തീരുമാനം സമൂഹത്തിൽ വളരെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. അവിടെ ഒരു കള്ളൻ അവിടെ അസ്തമിച്ചു. ഇദ്ദേഹം ആ കുട്ടികളുടെ അടുത്ത് പോയി ചോദിച്ച കാര്യം എന്താണ്? അവൻ പിന്നീട് സൈക്കിൾ മോഷ്ടിച്ചോ എന്നാണ് അദ്ദേഹം കുട്ടികളുടെ അടുത്ത് പോയി ചോദിച്ചത്. പാലത്തിന്റെ കൈവരയിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾ പറഞ്ഞത് ഇതാണ്: അവൻ പിന്നെ മോഷ്ടിച്ചിട്ടില്ല കാക്ക, അവൻ പിന്നെ ഒറ്റ സൈക്കിൾ മോഷ്ടിച്ചിട്ടില്ല, അവൻ നിങ്ങൾ കൊടുത്ത സൈക്കിൾ കൊണ്ടാണ് ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നത്, അവൻ നല്ല ഹാപ്പിയാണ്, ഒരു സൈക്കിൾ പോലും അവൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് ആ കുട്ടികൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. ഇവിടെ ഒറ്റ കാര്യമല്ലോ, ഇത്തരത്തിലായിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. എന്നെപ്പോലുള്ള അധ്യാപകരും നിങ്ങളെപ്പോലുള്ള രക്ഷിതാക്കളും ഇതുപോലുള്ള കുട്ടികളെ വളർത്തുകയാണെങ്കിൽ ഒരു സംശയമാണ്, നമ്മുടെ നാട് വളരെ ഗംഭീരമായിരിക്കും. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള കുട്ടികളായിട്ട്, ഇത്തരത്തിലുള്ള കുട്ടികളായിട്ട് നമ്മുടെ മക്കളെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ